Hi guys, welcome back to my YouTube channel. Leah here. അപ്പം ഇന്നും വീണ്ടും ഒരു വ്ളോഗാണ്. നിങ്ങളെല്ലാവരും ഉത്തരക്കുട്ടൻസ് ബർത്ത്ഡേ വ്ളോഗ് കണ്ടിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോ ഉണ്ടെങ്കിൽ കൊടുത്തേക്കാം. എല്ലാവരും തന്നെ പോയി കാണുക. സോ അതിലുണ്ടായിരുന്നായിരുന്നു നമ്മുടെ ഗൗരിക്കുട്ടൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിന്ന് പോവുകയാണ്. നാളെ മെയ് 16 നാളെയാണ് അവളുടെ ബർത്ത്ഡേ. സോ ഇന്ന് നമ്മളൊരു 9 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങും. അപ്പോൾ ഇവിടെ 10 മണിയൊക്കെ ആകുമ്പോൾ എത്തുമായിരിക്കും. ഇനി 12 മണിയൊക്കെ ആയിരുന്നു പ്ലാൻ. പക്ഷേ അതുവരെ ഒന്നും പോലെ നടന്നില്ല. കൊണ്ടാക്കാൻ ആരെങ്കിലും വേണം, കുറച്ച് പോകാനുണ്ട്. സോ ആ ഒരു ലാഗ് വന്ന കാരണം നമ്മൾ കുറച്ച് നേരത്തെ പോകുന്നു. സ്റ്റിൽ അപ്പം ഞാനിതുവരെ ഒന്നും പാക്ക് പോലും ചെയ്തിട്ടില്ല. ആദ്യം എനിക്കൊരു ബാഗ് എടുക്കണം, പിന്നെ എന്തൊക്കെ കൊണ്ടുപോകണം. ഒരു ദിവസത്തെ സ്റ്റേ ഉള്ളൂ. സ്റ്റിൽ അപ്പം ചൂടാണ് ഗൈസ്. പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വിയർത്തു. സോ പാക്ക് ചെയ്ത് കഴിഞ്ഞൊരു 9 മണിയൊക്കെ കഴിയുമ്പോൾ റെഡി ആവണം. അപ്പം ചേച്ചിയും ഇത്രയും ഉണ്ടാവും. ചേച്ചിയും പിന്നെ നമ്മുടെ പഴയ 2 അയൽവാസിയും ചേച്ചിക്ക് കമ്പനി ആയിട്ട് വന്നതാണ്. അവരും കൂടെ നമ്മളെ കൊണ്ടാക്കും. സോ ഞാൻ ഇപ്പം തന്നെ വിയർത്തു. പാക്ക് ചെയ്തപ്പോൾ തന്നെ ക്ഷീണിച്ചു. നേരം വിളിച്ച് റെഡിയായി നിൽക്കാൻ പറ്റുന്നുണ്ട്. ഞാനും റെഡിയായി. ബാക്ക്ഗ്രൗണ്ടിലെ മെസ്സൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. അപ്പം നമ്മൾ ഒരു 10 to 15 മിനിറ്റ്സ് ഇവിടെ നിന്ന് ഇറങ്ങും. ഗൈസ്, നമ്മൾ കാറിലെല്ലാവരും കൂടെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ആരെയും കാണിക്കില്ല, എല്ലാവർക്കും നാണമാണെന്ന് പറയാൻ. അത് ഉത്തരനെ കാണിച്ചോളാൻ പറഞ്ഞു. ബാക്കി കുറേ പേരുണ്ട് ഇവിടെ. ഞാൻ ഫോൺ ഫ്ലാഷ് ലൈറ്റ് ഒക്കെ അടിച്ചെടുക്കും. ഗൈസ്, സ്ട്രഗിൾസ്. നമ്മൾ പരിചയമില്ലാത്തൊരു സ്ഥലത്ത് കൊണ്ട് കാറിറക്കി നടന്നു പോവാം അങ്ങോട്ട്. എനിക്ക് വീട് അറിയില്ല. ഗൂഗിൾ മാപ്സ് ഇട്ടാണ് പോകുന്നത്. ഗൂഗിൾ മാപ്പ് പറഞ്ഞ് 2 മിനിറ്റ് നടക്കണമെന്ന് ഗൈസ്. പോകുന്നത് ഭയങ്കര ക്രീപ്പി ആയതുകൊണ്ട് ഞങ്ങൾക്കൊരു പേടി. ഗൂഗിൾ മാപ്പിന് വിശ്വസിച്ച് പോകാൻ പോകുന്നു ഗൈസ്. സർപ്രൈസ് ആയോടാ? ഏതെങ്കിലും ഒരു സർപ്രൈസ് വർക്കായി. അവര് നമുക്ക് ഫുഡ് വിളമ്പി തരുന്നു ഗൈസ്. അനുതാൻ്റെ ഉണ്ടാക്കി തന്നാ. എല്ലാവരും കഴിച്ചിട്ട് വന്നിവിടെ കുത്തിയിരിക്കുക. 12 മണിയാവുന്നവരെ വെയിറ്റ് ചെയ്യുക. ഇത്രയെന്നെ സ്കേറ്റ് ചെയ്യാൻ പഠിപ്പിക്കുക ഗൗരി. ഗൈസ് 11:57. ഇപ്പം തന്നെ ഗൗരിക്ക് വിഷയങ്ങളൊക്കെ വന്ന് തുടങ്ങി. ഗൗരിയുടെ അച്ഛൻ എബ്രോഡിൽ നിന്ന് വിളിച്ചു. ഗൈസ് 59 കടിച്ച് 59 ഗൈസ് 59. പന്ത്രണ്ടായി. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു.
എസൻസ് ഒക്കെ തുറക്കാതെ അവിടെ മാധു കേക്കൊക്കെ സെറ്റ് ചെയ്തു. ഫോട്ടോഷൂട്ടാണ് ഗൈസ് രാത്രി 12 മണിക്ക്. അപ്പോൾ ഗൈസ് കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളിവിടെ കുറേ ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് രാവിലെ എല്ലാവരും എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. കുട്ടൻ ബർത്ത്ഡേക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോഴേക്ക് നമ്മൾ അവസരം ഫ്രണ്ട്സ് കാണായിരുന്നു ടി വിയിൽ. നമ്മൾ ഗൗരിയുടെ കുടുംബ വീട്ടിൽ വന്നേക്കാം. അതാണ് ഗൗരിയുടെ കുടുംബ വീട്. ഇവരെല്ലാവരുടെയും വല്യച്ഛന്മാരൊക്കെ ഇവിടെ ഒരു കോമ്പൗണ്ടാണ്. നമ്മളവിടെ കുളത്തിൽ കുളിക്കാൻ വന്ന ഊഞ്ഞാലൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് ഇവിടെയൊക്കെ കാണാൻ. അത് നീന്തണമെന്നൊന്നുമില്ല, കൈയും കാലും ഒക്കെ ഇട്ടാൽ മതി. ഗൗരി ആദ്യം ഇറങ്ങി വെള്ളം സെറ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. വെള്ളം കലക്കി വറച്ചിട്ട് നിങ്ങൾ ഇറക്കാന്ന്. എൻ്റെ റെഡ് മുടിയായി കളറടിക്കും. അതെ, കുളിച്ചതിനൊന്നും യൂട്യൂബിൽ ഇടുന്നില്ല. നമ്മൾ കുളിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ. കുളിച്ചൊക്കെ കഴിഞ്ഞു, കുളത്തിൽ നിന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് കുളിച്ചു. അതേ നമ്മളിനി ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തു പോകാം. അപ്പം അതിന് റെഡി ആയിക്കൊണ്ടിരിക്കുക എല്ലാവരും. അതാണ് നോട്ടി. നോട്ടി എന്താ അങ്ങനെ നോക്കണേ? നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഗൈസ്. ഡൈനർ എന്ന് പറഞ്ഞ് ചേർത്തലുള്ള ഒരു കടയിലാണ്. പോകുന്നുണ്ട് ഗൈസ്. കുഴപ്പമില്ല, വൈബ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ. എന്നാലും അത്രയ്ക്ക് അങ്ങനെ എല്ലാവർക്കും ബോധിച്ചിട്ടില്ല. ഫുഡ് നോക്കട്ടെ. അടുത്ത ദിവസം വണ്ടർലയിൽ പോകാനുള്ള പ്ലാൻ ഇട്ടുകൊണ്ടിരിക്കുക. അമ്മേനെ കൺവിൻസ് ചെയ്യുന്നു. ഫുഡ് വന്നു ഗൈസ്. ബിരിയാണി വന്നു, ഇത്തരയുടെ ചിക്കനും വന്നു. കഴിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് ചിക്കൻ മിച്ചം വന്നിട്ടുണ്ട്. അത് നമ്മൾ നോട്ടിക്ക് വേണ്ടി പൊതിഞ്ഞെടുത്തോണ്ട് പോവുകയാണ്. നമ്മൾ വീട്ടിൽ വന്ന് വീണ്ടും ഡ്രസ്സ് മാറി. നമ്മൾ ബീച്ചിൽ പോകാമെന്ന് മാധു പറഞ്ഞു. അങ്ങനെ ബീച്ചിൽ പോകാൻ വേണ്ടി മാറും. പോകുന്ന വഴി ഗൈസ് നല്ല രസമില്ലേ? നീ വിളിച്ചോടാ, ആരൊന്നും പറയത്തില്ല. ഭയങ്കര പീസ്ഫുള്ളായിട്ട് നമ്മളെല്ലാവരും കൂടെ അവിടെ അങ്ങനെ നിൽക്കാം. ഞാനിവിടെ ആദ്യമായിട്ടാണ്, എനിക്ക് ഓർമ്മയില്ല ഇവിടെ ഇങ്ങനെ വന്ന് സ്പെൻഡ് ചെയ്തതായിട്ട്. ആൾക്കാരും കുറവാണ്. ഫോട്ടോഷൂട്ട് ഗൈസ്. ക്യാമറാമാൻ, മോഡൽ, അസിസ്റ്റന്റ്. നമ്മളൊരു
15 മിനിറ്റ് കൊണ്ട് ഇവിടെ മൊത്തം തപ്പിപ്പെറുക്കി കിട്ടിയ ഷെൽസ് ആണ് ഗൈസ്. ഉത്തര ഇത് വെച്ച് എന്തോ ജ്വല്ലറി ഒക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് മാച്ചിങ് ആയിട്ട്. ഇവിടുന്ന് പാക്കപ്പ് എല്ലാവരും തിരിച്ചു പോവുക. പെപ്സിയാണ് ചർച്ചാ വിഷയം. വീട്ടിൽ പോകാനുള്ള സെറ്റപ്പിലൊക്കെയാണ്. അപ്പോൾ അടുത്ത ദിവസം ഒരു വണ്ടർല ട്രിപ്പ് ഉണ്ട്, അത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക ഉത്തര. അപ്പോൾ നമ്മളിന്ന് കുളിക്കാൻ പോയപ്പം ഗൗരിയുടെ വീട്ടിലെ പറമ്പിൽ നിന്ന് നമ്മൾ കുറച്ച് ജാതിക്ക എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളത് കഴിക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ജാതിക്ക കഴിക്കുന്നത്, ബട്ട് ഇറ്റ്സ് ഗുഡ്. ടീച്ചറും മോനും കൂടെ നമ്മളെ പിക്ക് ചെയ്യാൻ വന്നു ഗായ്സ്. എന്തൊക്കെ അവർക്ക് ചോക്ലേറ്റ്സ് വാങ്ങിക്കൊടുത്തു. നിന്നെയും വിൽക്കും പറ ടീച്ചറെ. അടുത്ത വ്ലോഗ് ഇത് പ്രതീക്ഷിക്കല്ലേ. ഗൗരീസ് ഇന്നലെ എനിക്ക് തോന്നുന്നില്ലേ അന്നത്തെ അവിടെ പോയിട്ട് പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കൂട്ടില്ലേ, ബിജോ സാറ്, പ്രവീൺ സാറൊക്കെ. ഗൈസ് ടാറ്റാ ടാറ്റാ. മാവു എന്തേ നോട്ടി എന്തേ ടാറ്റാ പോവാ. ഒരു ദിവസം മൊഹമ്മയിലോട്ടൊക്കെ വാ. നമ്മൾ ഇനി വീട്ടിൽ പോവുകയാണ്. ഇത്രയുള്ള ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീട്ടിൽ അമ്മച്ച സീനാന്ന് തോന്നുന്നു. എനിക്ക് വീട്ടിൽ പോയിട്ട് ഒന്നും എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.